ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മനുചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, അതങ്ങ് ക്ഷമിക്ക്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു കാര്യം ഞാനായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നീ എനിക്ക് സ്വൈരം തരുമായിരുന്നു. ഞാനോ? ആ, ഞാൻ എങ്ങനെ മനോജേട്ടന് എപ്പോഴെങ്കിലും സ്വൈരം തരാതിരുന്നിട്ടുണ്ടോ? അറിയാതെ എന്തെങ്കിലും അബദ്ധം പറ്റിയാ തന്നെ ഞാനത് ചോദിക്കാറ് തന്നെ ഇല്ല. എന്നിട്ടാണോ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? നോക്കിക്കോ, എനിക്കും അവസരം വരും. ഒപ്പം ഞാൻ കാണിച്ചു തരാം. ഹരിയേട്ടാ, ഹരിയേട്ടൻ ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്നാ പിന്നെ കുറച്ചേരം പുറത്ത് നിൽക്കാന്ന് കരുതി. ഒരു കാര്യവും ഇല്ലാതെ ഹരിയേട്ടൻ രാത്രി ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കില്ലല്ലോ. എന്താ കാര്യമെന്ന് പറ ഹരിയേട്ടാ. ഒന്നുമില്ല മായേ, താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഞാനൊന്നും ആലോചിച്ച് കൂട്ടുന്നില്ല. പക്ഷെ ഹരിയേട്ടൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ട്. അത് പറയാൻ പറ്റാതെ ഹരിയേട്ടൻ ഉരുകി നടക്കുക. അതെന്താണെന്ന് ഹരിയേട്ടൻ പറയണം. താൻ എന്തൊക്കെയായി പറയുന്ന മായേ? ഞാൻ തൻ്റെ അടുത്തൊന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. വേണ്ട ഹരിയേട്ടാ, എന്നോട് ഹരിയേട്ടൻ നുണ പറയാൻ ശ്രമിക്കണ്ട. അതിന് ഹരിയേട്ടന് പറ്റില്ല. ഹരിയേട്ടൻ എന്നോട് നുണ പറയുന്നത് കേട്ടാ എനിക്ക് മനസ്സിലാവും. അതിനിപ്പോ തമാശയ്ക്ക് പറഞ്ഞാലും കാര്യമായിട്ട് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തിനാ മായേ തന്നോട് നുണ പറയുന്നത്? ഹരിയേട്ടൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട്. ഞാൻ വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് മാത്രം എന്നോട് പറയാതിരിക്കുന്ന. അതെനിക്കറിയാം. എന്നാലും കാര്യം എന്താണെന്ന് എനിക്കറിയണം. ഇനി പറ, എന്താ നമ്മുടെ മോക്ക്? ഹരിയേട്ടൻ എന്താ എന്റെ അടുത്തുനിന്ന് ഒളിക്കുന്നേ? ഞാൻ പറയാം. മോൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മൾ ആദ്യമായിട്ട് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? അന്ന് ഡോക്ടർ ജനറ്റിക്കൽ സ്ക്രീനിങ് നടത്തിയതിൻ്റെ റിസൾട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കരുതൽ വേണം. കുഞ്ഞിന്റെ ജനിതകമായ പ്രത്യേകതകൾ കൊണ്ട് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
മോൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വേദനിച്ചാലോ എല്ലാം ഹരിയേട്ടൻ ഓവർ ടെൻഷൻ ആവുന്നതല്ലേ? അമ്മേ, അമ്മ കേട്ടല്ലോ, ഇത്രയും വലിയൊരു കാര്യം നമ്മളോട് ആരോടും പറയാതെ ഒറ്റയ്ക്ക് മനസ്സിൽ വെച്ച് ഉരുകയായിരുന്നു ഹരിയേട്ടൻ. എന്തിനാ ഭഗവാൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നറിയില്ല. താൻ പറഞ്ഞത് ശരിയാ. താൻ വിഷമിക്കാതിരിക്കാനാ ഞാൻ ഇത്രയും കാലം ഇത് പറയാതിരുന്നത്. നമ്മളിനി എന്ത് ചെയ്യും ഹരിയേട്ട? മോക്ക് അസുഖം വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഈ കാര്യത്തിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. അയ്യോ, മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയൊന്നും വരാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കും. കരയിലെ മായ, എല്ലാരും ഇങ്ങനെ തളർന്നു പോയാ പിന്നെ അവള് നോക്കാൻ ആളില്ലാതാവും. വാ, വന്ന് കിടക്ക്. കരയാതെ. എന്റെ ഭഗവാനെ, എന്തൊരു പരീക്ഷണോ ഇത്! ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ മീരമോൾക്ക് ഒരാപത്തും വരാതെ കാത്തോളണേ ഭഗവാനെ. കൃഷ്ണ, വിഷമിക്കല്ലേ. ഭഗവാൻ നമ്മെ കൈവിടില്ല. മോള് റെഡിയായോ? അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കണോ? സ്കൂൾ ബസ് ഉണ്ടല്ലോ, അച്ഛൻ സമയം കളയണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ആ, മോളുടെ ബാഗ് എടുത്തില്ലേ? അമ്മ കൊണ്ടുവരുന്നുണ്ട്. ആഹാ, ഹരിയേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ? മോളോട് സംസാരിച്ചെന്നാ. നിങ്ങളെ ഞാൻ സ്കൂൾ ബസ് വരുന്നിടത്ത് ഇറക്കാം. ഹരിയേട്ടൻ ഇറങ്ങിക്കോ, ഞങ്ങൾ പതിയെ നടന്നു പോയിക്കോളാം. ബസ് വരാൻ ഇനി സമയമുണ്ടല്ലോ. എന്നാ ശരി, ടാറ്റാ. ടാറ്റാ. മോളെ, സ്കൂളിൽ ഇന്റർവെല്ലിൽ വരുമ്പോ വെയിലത്ത് കളിക്കാനൊന്നും പോവരുത്. എന്തെങ്കിലും വയ്യായിക തോന്നിയ ഉടനെ ടീച്ചറിനോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയണം. എന്ത് വയ്യായ്മ?
അമ്മ? അതിപ്പോ മോക്ക് ഉറക്കം വരികയോ തലവേദന എടുക്കുകയോ കയ്യോ കാലോ വേദന എടുക്കുകയോ അല്ലെങ്കിൽ പനി തോന്നുകയോ അങ്ങനെ അങ്ങനെ എന്ത് വന്നാലും പറയണം കേട്ടോ. പറഞ്ഞോളാം. അമ്മേന് കണ്ണു നിറഞ്ഞല്ലോ. അമ്മ വിഷമിക്കാതെ, എനിക്കൊന്നുമില്ല. ടാറ്റാ. മോൾ കൊച്ചിക്ക് കഴിക്കാനുള്ളത് എടുത്തോ മായേ? ആ എടുത്തമ്മേ. ആ പിന്നെ മോളും മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. പഠിത്തമൊക്കെ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. മോള് വിഷമിക്കാതെയും അസുഖമൊന്നും ഇല്ലാതിരുന്നാ മതി. ഞാനെന്നാ മോളെ കൊണ്ടുവിട്ടിട്ട് വരാം. ശരി മുത്തശ്ശി. ശരി മോളെ. അയ്യോ, പോലെ പോലെ പോലെ. എന്താ മോളെ, നീ ഇനി ബസ്സിൽ പോണ്ട. എന്തോ പറ്റി? പറ്റിയത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ മോളിപ്പോ വീണേനെ. മാഡം, ഫ്രണ്ടിൽ ഒരു ബൈക്കുകാരൻ വന്ന് ചാടിയതാ. ഞാൻ ബ്രേക്ക് ഔട്ടിലേക്ക് അയാളെ ഇടിച്ചേനെ. ഒക്കെ ശരിയാ, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലാന്ന് എനിക്കറിയാം. പക്ഷേ മോള് വീണിരുന്നെങ്കിലോ? അതെ, വേറൊന്നും തോന്നരുത്. ഇന്നൊരു ദിവസം ഞാൻ കൊണ്ടുവിട്ടോളാം മോളെ. വാ മോളെ, ഒന്ന് മടക്കൂ. എന്താ അമ്മേ? അവരോട് കൊച്ചിനെ കൊണ്ടുപോകണ്ടെന്ന് പറ. മാഡം, അയ്യോ സാരമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിലും ഞാനിന്ന് സ്കൂളിലേക്ക് വരാനിരിക്കായിരുന്നു. എനിക്കിവളുടെ ടീച്ചറിനെ ഒന്ന് കാണണേ. എന്നാ നിങ്ങൾ പൊയ്ക്കോ. ശരി. എന്നാ നമുക്ക് പോവാം. നമുക്ക് നടക്കാം. സ്കൂൾ വരെയോ? സ്കൂൾ ഇവിടെ അടുത്തല്ലേ, 10 മിനിറ്റ് നടന്നാൽ നമ്മൾ അവിടെ എത്തും. ആ വാൻ എല്ലാവരും കയറ്റി സ്കൂളിൽ എത്തുമ്പോ നമ്മൾ അവിടെ ചെല്ലും. വാ മോളെ, സൂക്ഷിച്ച്. ഞാൻ സ്കൂൾ ബസ്സിൽ തന്നെ പൊയ്ക്കോളായിരുന്നു. അതെന്താ? അമ്മയുടെ കൂടെ വരാൻ മോക്ക് ഇഷ്ടമല്ലേ? അമ്മ വരുന്ന എനിക്ക് ഇഷ്ടാ. എന്നാലും അമ്മ അവിടെ വരെ നടക്കണ്ടേ? അതൊന്നും സാരമില്ല. മോക്ക് വേണ്ടി എന്ത് ചെയ്യാനും അമ്മയ്ക്ക് ഒരു മടിയുമില്ല. എത്ര ദൂരം വേണമെങ്കിലും അമ്മ നടക്കും. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്ത്? അമ്മ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെയല്ലല്ലോ. അതെന്താ? അമ്മ ഇന്ന് വീട്ടിൽ വെച്ച് എന്നോട് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞല്ലോ. അതെന്താ? അമ്മയുടെ കണ്ണില് എന്തോ പൊടി പോയതായിരിക്കും. ഒന്നുമല്ല, അമ്മ കരഞ്ഞതാന്ന് എനിക്ക് തോന്നിയത്. ഞാനെന്തിനാ ഇപ്പൊ കരയുന്നേ? അതേ എനിക്കും അറിയാത്തത്. അപ്പൊ അമ്മ കരഞ്ഞതല്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ അമ്മ എന്തിനാ സ്കൂൾ ബസ്സിൽ വഴക്കിട്ടത്? അതവര് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. അത് ഡ്രൈവറുകളുടെ കുഴപ്പമല്ലല്ലോ, ആ സ്കൂട്ടറുകാരന്റെ കുഴപ്പല്ലേ. ആ അങ്കിള് എന്ത് നല്ല അങ്കിളാ. അതിന് ഞാൻ സീറ്റ് ഇരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ വീഴാൻ പോയത്. സീറ്റിലിരുന്ന് ബലമായി പിടിച്ചിരുന്നാൽ ബ്രേക്ക് ചവിട്ടിയാലും വീഴില്ലല്ലോ. എന്നാലും എന്റെ മോള് വണ്ടി പോണ്ട. അമ്മ മോളെ എന്നും കൊണ്ടുവിട്ടോളാം. എന്നാ നമുക്കെന്നും ഇങ്ങനെ സംസാരിച്ച് നടന്നു പോവാല്ലേ? ആ അതെ. നടക്കുന്നതും ഓടുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്നാ ടീച്ചർ പറഞ്ഞത്. ഇപ്പൊ ഓടണ്ട, നമുക്ക് പതുക്കെ നടന്നു പോവാം. ഓക്കെ. അയ്യോ, ക്ലാസ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇതെന്താ മീരെ ലേറ്റ് ആയോ? ദേ അസംബ്ലി ഇനി കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി, വേഗം ചെല്ല്.
മോളുടെ ക്ലാസ് ഏത് ഭാഗത്താ? ദാ അവിടെയാ. അമ്മ ഇവിടെ നിക്ക്, ഞാൻ പോവാ. ആഹാ, മീര ഇന്ന് ലേറ്റായോ? അമ്മയുടെ കൂടെയാണോ സ്കൂളിൽ വന്നത്? അതെ മിസ്, അമ്മ ഇനി എന്ന് തന്നെ സ്കൂളിൽ കൊണ്ടുവിടാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തു പറ്റി? സ്കൂൾ ബസിന്റെ ടൈമിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഞാനിപ്പോ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ മോളുടെ കൂടെ കാലത്തും വൈകിട്ടും വെറുതെ നടക്കാമല്ലോ. വീട്ടിൽ നിന്ന് ഇവിടേക്ക് അധിക ദൂരമൊന്നുമില്ല. ശരിക്കു പറഞ്ഞ സ്കൂൾ ബസ് മോളെ പിക്ക് ചെയ്ത് കഴിഞ്ഞ് വേറെ പല സ്ഥലത്തു നിന്നും മറ്റു കുട്ടികളെ പിക്ക് ചെയ്തിട്ടല്ലേ ഇവിടെ എത്തുന്നത്. ആ സമയം ഞങ്ങൾ നടന്ന മിക്കവാറും ബസ് എത്തുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ എത്തും. പക്ഷേ ഇന്ന് ബസ് ആദ്യം വന്നത്. നാളെ ഞങ്ങള് ബസ്സിനെ തോൽപ്പിക്കും, അല്ലേ അമ്മേ? അതെ അതെ. മോളെന്ന് ക്ലാസ്സിൽ പൊയ്ക്കോ, അമ്മ മിസ്സിനോടൊന്ന് സംസാരിക്കട്ടെ. ശരി. മോള് ക്ലാസ്സിൽ എങ്ങനെയുണ്ട് ടീച്ചർ? ആക്റ്റീവാണ്, മിടുക്കിയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മീരയ്ക്ക് പറ്റുന്നുണ്ട്. ഹോംവർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യും. എല്ലാം ഓക്കെയാ. അവള് ക്ലാസ്സിലിരിക്കുമ്പോ ക്ഷീണം പോലെയോ വയ്യായിക പോലെയോ ഒന്നും തോന്നാറില്ലല്ലോ അല്ലേ? ഇല്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയാ ഉടനെ എന്നെ വിളിക്കണം. എന്താ, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലില്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. മിസ് എന്റെ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കാമോ? നമ്പർ പറഞ്ഞോ. ഞാൻ ടീച്ചർക്കൊരു മെസ്സേജ് അയച്ചേക്കാം. ഓക്കെ, ഫൈൻ. ക്ലാസ് തുടങ്ങാൻ സമയമായി. എന്നാ ഞാൻ... ശരി. ഹരിയേട്ടാ, മോളെ ബസ് കയറ്റി വിട്ടിട്ട് താനിതിവിടെ പോയി? ഞാൻ മോളുടെ സ്കൂളിലെ ഹരിയേട്ടാ. കൊച്ചിനെ ബസ് കയറ്റി വിടാൻ പോയ താനെന്തിനാ സ്കൂളിൽ പോയെ? അത് കൊച്ചിനെ ബസ് കയറ്റി വിടാൻ പോയിട്ട് താൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ അമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നേ? തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അതെന്താ എന്നെ കിട്ടാത്തത്? അത് എന്നോട് ചോദിച്ച ഞാൻ എന്തു പറയാനാ? അല്ല, താനെന്തിനമായ സ്കൂളിൽ പോയത്? ഇനി മുതല് ഞാൻ തന്നെ എന്നും മോളെ സ്കൂളിൽ കൊണ്ടുവിടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തോളാം. അതെന്താ, സ്കൂൾ ബസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. ഇന്ന് മോള് ബസ്സിലൊന്ന് വീഴാൻ പോയി. അയ്യോ, മോൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനിത് കണ്ടപ്പോ അവള് വിഷമിക്കണ്ടെന്ന് കരുതി അവളെയും കൊണ്ട് സ്കൂളിലേക്ക് പോന്നു. അതൊരു കാരണമാണോ? അതിന്റെ പേരിൽ മോളെ ബസ്സിൽ വിടാതിരിക്കണോ? അതൊന്നും സാരമില്ല ഹരിയേട്ടാ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ മോളെ കൊണ്ടുവിടുകയും കൊണ്ടുവരികയും ചെയ്തോളാം. ശരി, തന്റെ ഇഷ്ടം പോലെ ആവട്ടെ. താനിപ്പോ തന്നെ വരുമെന്ന് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം. അയ്യോ വേണ്ട ഹരിയേട്ടാ, മോളെ ഇവിടെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ല. അമ്മയോട് ഞാൻ മോളെയും കൂട്ടിയിട്ട് തിരിച്ചു വന്നോളൂന്ന് പറഞ്ഞേക്ക്. അപ്പോ തനിക്ക് ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കഴിക്കണ്ടേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ അടുത്തൊരു ബേക്കറി ഉണ്ടല്ലോ, അവിടുന്ന് സ്നാക്സ് എന്തേലും കഴിച്ചോളാം. ഞാനിപ്പോ തന്നോട് തർക്കിച്ചിട്ടും കാര്യമില്ല. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം. ശരി. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കണമെന്നാ മുത്തശ്ശി പറഞ്ഞത്. നിന്നെ എന്ന് ഇങ്ങനെ തന്നെയാണല്ലോ കുളിപ്പിക്കുന്നേ, പിന്നെന്താ? ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്, അമ്മയുടെ കാര്യാ പറഞ്ഞത്. ഇതുവരെ കഴിഞ്ഞില്ലേ? ദാ ചൂടോടെ ഇലയുടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. അയ്യോ, ഇതെന്താ തുമ്മുന്നേ? മോളെ, മോളെ, അമ്മേ! അയ്യോ, മോളെ! എന്താ മായ? അമ്മേ,
മീര നിർത്താതെ തുമ്മോ? ഇപ്പൊ കുളി കഴിഞ്ഞല്ലേ ഉള്ളൂ. തലനീരിറങ്ങിയതിന്റെ ആവും. കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ. അല്ലമ്മേ, എനിക്ക് പേടിയാവുന്നുണ്ട്. മോളെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം. ഹരിയേട്ടനെ വിളിച്ചു പറയാം. എന്തിനാ അമ്മേ ദേ തുമ്മല് മാറി? വെറുതെ ഹോസ്പിറ്റലൊന്നും പോണ്ട. ഈ കൊച്ചിന്റെ വിവരം പോലും നിനക്കില്ലേ മായേ? കുളി കഴിയുമ്പോ കൊച്ചുങ്ങളൊന്ന് തുമ്മുന്നതൊക്കെ സാധാരണയാ. അയ്യോ, ദേ കണ്ടോ, അവള് വീണ്ടും തുമ്മുന്നു. എന്തുണ്ടെങ്കിലും ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാനൊന്ന് ഹരിയേട്ടനെ വിളിക്കട്ടെ.